സാറേ, ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂൻസ് ചൈനയിൽ സന്ദർശനം നടത്തിയിട്ട് പറഞ്ഞിരുന്നു, ഈ സിലിഗുരി ഇടനാഴി അല്ലെങ്കിൽ ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന മേഖലയൊക്കെ നമുക്ക് പിടിക്കാം, അവിടെ ചില ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചൈനയ്ക്ക് നടത്താം എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ്, ഈ 7 സ്റ്റേറ്റുകൾ പിടിച്ചെടുക്കും എന്നുള്ളത്. ഇന്ത്യ അതിനൊരു മറുപടിയുമായിട്ട് രംഗത്ത് വരുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നല്ലോ. അതായത് ചൈനയിൽ നിന്ന് തിരിച്ചു വന്ന മുഹമ്മദ് യൂനിസ് മാനസാന്തരം വന്ന ഒരാളായിരുന്നു. അയാൾ പറഞ്ഞു, ഈ വടക്ക് കിഴക്കൻ സപ്ത സഹോദരിമാർ 7 സംസ്ഥാനങ്ങളുണ്ടല്ലോ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, അത് ലാൻഡ് ലോക്ക്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ അതിന് ആ സംസ്ഥാനങ്ങൾക്ക് കടലില്ല, കടലോട്ട് ബന്ധമില്ല. കടലിന്റെ കാവലാൾ ഞങ്ങളാണ്, ബംഗ്ലാദേശ് ഞങ്ങളുടെ കയ്യിലാണ് ഈ. അപ്പോൾ അയാൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്താം. എന്നിട്ട് ചൈനയും കൂടി സഹായിച്ചു കഴിഞ്ഞാൽ അത് കീഴ്പ്പെടുത്താം. ഈ ഇന്ത്യക്കാണെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ചെല്ലാനായിട്ട് ഇപ്പോൾ ഒറ്റ പാതയേ ഉള്ളൂ, അത് സിലിഗുരി ഇടനാഴിയാണ്. മറ്റേ പശ്ചിമ ബംഗാളിലുള്ള സിലിഗുരി ചിക്കൻ നെക്ക് എന്ന് പറയുന്നത്, അത് ഏറ്റവും ഇടുങ്ങിയ ഭാഗത്തൊക്കെ 20 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ആ സിലിഗുരി ഇടനാഴി ചൈനയ്ക്ക് എപ്പോഴും ഭീഷണി ഉയർത്താവുന്ന ഒരു സ്ഥലമാണ്. ബംഗ്ലാദേശിൽ തന്നെ ജയിലിൽ നിന്ന് വിട്ട റഹ്മാനി എന്ന് പറഞ്ഞിട്ട് ഒരു ഭീകരൻ ചൈനയുടെ സഹായത്തോടു കൂടി ഞങ്ങൾ ഈ സിലിഗുരി ഇടനാഴി പിടിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് നമ്മൾ ബംഗ്ലാദേശ് വഴി മ്യാൻമാറിൽ നിന്നൊക്കെ ഈ ഒരു എളുപ്പവഴി മറ്റേ മിസോറാം വരെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നതാണ്. അപ്പോൾ ഷെയ്ഖ് ഹസീന പോയല്ലോ, ഇയാൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്താനും തുടങ്ങി. ഇപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഹൃദയത്തിൽ കൂടി ഒരു 4 വരി പാതയ്ക്ക് കേന്ദ്ര അനുമതി ആയി. ഇയാൾ ചൈനയിൽ പോയി ഭീഷണിപ്പെടുത്തിയതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ആ അനുവാദം വന്നിരിക്കുന്നത്. 166.8 കിലോമീറ്ററാണ് ഈ ഹൈവേ. ഇത് 4 വരി പാതയാണ്. കേന്ദ്ര റോഡ്സ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് മന്ത്രാലയം ഇതിന് അനുവാദം നൽകി. ഷില്ലോങ്ങിൽ നിന്ന് സിൽച്ചാറിലേക്കാണ് ഈ പാത. ആ പാതയെ പിന്നീട് മ്യാൻമാറിൽ നിന്നുള്ള ഒരു പാത കണക്ട് ചെയ്യും. പിന്നെ ഈ ചരക്ക് ഗതാഗതം വളരെ എളുപ്പമാവും വടക്ക് കിഴക്കിലേക്ക്. ഈ ചിക്കൻ നെക്ക് സിലിഗുരി കോറിഡോർ അല്ലാതെ വേറൊരു പാത, സമാന്തരമായിട്ട് വേറൊരു പാത വരുന്നു. അതാണ്. അപ്പം മറ്റവർക്കുള്ളൊരു മറുപടി കൂടിയാണെന്ന് പറയാം അല്ലേ? ബംഗ്ലാദേശിന് പണി കൊടുക്കുകയാണ്. ബംഗ്ലാദേശിന് ഇതിൽ ഉൾപ്പെടുത്താൻ നേരത്തെ ഉദ്ദേശിച്ചിരുന്നു ഷെയ്ഖ് ഹസീനയുടെ കാലത്ത്. ഇതിപ്പോൾ ബംഗ്ലാദേശ് ഇല്ലാതെ നമ്മളൊരു പാത, കുറേ ഭാഗം നമ്മൾ മ്യാൻമാറിൽ ഇപ്പോൾ പണിതിട്ടുണ്ട് ഈ കൂട്ടിമുട്ടിക്കാനായിട്ട്. പിന്നെ ബംഗ്ലാദേശ് വഴി ആകാം എന്ന് വിചാരിച്ചിരുന്നു നോർത്ത് ഈസ്റ്റിലേക്ക്. അത് ത്രിപുരയിലൊക്കെ നിന്നിട്ട് പിന്നെ നോർത്ത് ഈസ്റ്റിലേക്ക് പോയാൽ മതിയല്ലോ ബാക്കി സ്ഥലങ്ങളിലേക്ക്. പക്ഷേ ഇപ്പം 166.8 കിലോമീറ്റർ വടക്ക് കിഴക്കിൻ്റെ ഹൃദയത്തിൽ കൂടി തന്നെ ഒരു 4 വരി പാത. അപ്പോൾ സിലിഗുരി ഇടനാഴി അല്ലാതെ തന്നെ ഇന്ത്യക്ക് വടക്ക് കിഴക്ക് പ്രദേശങ്ങളിലേക്ക് എത്താവുന്ന 1000 കിലോമീറ്ററോളം ദൂരം കുറയുന്നൊരു പാത നമ്മൾ പണി തുടങ്ങുകയാണ്. ഇത് മിസോറാമിലെ സോറിൻപുരിയിലേക്ക് നീട്ടും. അതാണ് പരിപാടി. അപ്പോൾ വടക്ക് കിഴക്കിനെ കൽക്കത്തയുമായി മ്യാൻമർ വഴി ബന്ധിപ്പിക്കുന്ന ഈ കൽദാൻ പദ്ധതി എന്ന് പറഞ്ഞിട്ടൊരു സാധനത്തിൽ ഇങ്ങനെ ഒന്ന് വിഭാവനം ചെയ്തിരുന്നു. ഇത് 2008 മുതൽ ആലോചിക്കുന്ന പദ്ധതിയാണ്. കൽദാൻ എന്ന് പറയുന്നത് മ്യാൻമറിലൊരു പുഴയാണ്. ആ പുഴ വഴി ഒരു പാത നമ്മൾ ഉദ്ദേശിച്ചിരുന്നു, ഈ സിലിഗുരി കോറിഡോർ അല്ലാതെ. അതിൻ്റെ കുറേ ഭാഗം അവിടെ പണി തീർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഈ മറ്റേ പോരാട്ടം നടക്കുകയാണല്ലോ മ്യാൻമാറിൽ. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അപ്പോൾ ബംഗ്ലാദേശ് വഴിയല്ലാതെ ഈ കലദാൻ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ് KMMTTP അങ്ങനൊരു പദ്ധതി നേരത്തെ വിഭാവനം ചെയ്ത് കുറേ ഭാഗം മ്യാൻമറിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 4 വരി പാതയും കൂടി വന്നു കഴിയുമ്പോൾ അത് മിസോറാമിൽ വന്ന് മുട്ടുന്നതുമായിട്ട് ഇത് ബന്ധപ്പെടും.
അങ്ങനെയാണ് പദ്ധതി. അപ്പോൾ മിസോറാമിനെ കൽക്കത്തയുമായി ബന്ധിപ്പിക്കുന്നു മ്യാൻമർ വഴി, പിന്നെ വടക്ക് കിഴക്കുള്ള 4 വരി പാതയുമായി. അപ്പോൾ വടക്കിഴക്കിൻ്റെ ഹൃദയത്തിലൂടെയുള്ള ഈ ഇടനാഴി ഒരു ഹൈ സ്പീഡ് കോറിഡോർ ആയിട്ടാണ് വരുന്നത്. വിശാഖപട്ടണം, കൊൽക്കത്ത തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ചരക്കുകൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പെട്ടെന്നെത്തും ഈ ഒരു പുതിയ പാത വരുമ്പോൾ. അപ്പോൾ യൂനുസ് നോർത്ത് ഈസ്റ്റ് ലാൻഡ് ലോക്ക്ഡ് ആണെന്നും പറഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ അനുമതിയായി കേന്ദ്ര അനുമതിയായി. അപ്പോൾ ഈ നേപ്പാളിനും ബംഗ്ലാദേശിനും ഇടയ്ക്കാണ് ഈ സിലിഗുരി കോറിഡോർ ഇടനാഴി ഉള്ളത്. ഈ ഹസീന ഉള്ളപ്പോൾ ബംഗ്ലാദേശ് വഴി വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ പാത ആലോചിച്ചിരുന്നതാണ്. ബംഗ്ലാദേശിലെ ചാറ്റോഗ്രാം തുറമുഖം ഉണ്ടല്ലോ, ആ തുറമുഖത്തിൽ നിന്ന് അഗർത്തല 200 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചാറ്റോഗ്രാമിൽ നിന്ന് അഗർത്തലയിലേക്ക് ഒരു പാത ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. 200 കിലോമീറ്റർ അല്ലേ വരുള്ളൂ. അതെ. അപ്പോൾ അത് നടക്കില്ല ഇനി ഈ ഇതുപോലുള്ള യൂണിസിലെ പോലുള്ള സാധനങ്ങൾ വന്നതുകൊണ്ട്. 2008 മ്യാൻമറുമായി കലദാൻ പദ്ധതി ഒപ്പിട്ടിരുന്നു നമ്മൾ. മ്യാൻമറിലെ രഖീനിൽ നിന്ന്, രഖീനാണല്ലോ ആ പോരാട്ടമൊക്കെ നടക്കുന്ന പ്രവിശ്യ, രഖീനിൽ നിന്ന് മിസോറാമിലേക്ക് സിത്വേ തുറമുഖത്തു നിന്നുള്ള ഇടനാഴി അതാണ്. കൊൽക്കത്തയിൽ നിന്ന് സിത്വയിലേക്ക് ചരക്ക് കൊണ്ടുപോവാം കപ്പലിൽ. അവിടെ നിന്ന് മിസോറാമിലേക്കും മറ്റും എത്തിക്കാം, വടക്ക് കിഴക്ക്. അങ്ങനെയാണ് ഉദ്ദേശിച്ചിരുന്നത്. അത് പിടികിട്ടിയല്ലോ. മനസ്സിലായി. നമ്മൾ മറ്റേ സിലിഗുരി ഇടനാഴിക്ക് പകരം കൽക്കട്ടയിൽ നിന്ന് മ്യാൻമാറിലെ ഒരു പോർട്ടിലേക്ക് എത്തിക്കുക, ആ പോർട്ട് മിസോറാമിലേക്ക് നീട്ടുക, എന്നിട്ട് പിന്നെ റോഡ് മാർഗം വടക്ക് കിഴക്ക് മിസോറാമായല്ലോ. അങ്ങനെ. അപ്പോൾ കൊൽക്കത്ത മിസോറാം ദൂരം 1000 കിലോമീറ്റർ കുറയും ഈ പുതിയ പാതകൾ വരുമ്പോൾ. 4 ദിവസത്തോളവും കുറയും. അപ്പം യാത്രാ ദൈർഘ്യത്തിൽ വലിയ വ്യത്യാസം വരും. അപ്പോൾ കൊൽക്കത്ത സിത്വേ 539 കിലോമീറ്ററാണ്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കപ്പലാണ് അങ്ങോട്ട് പോവുക. സിത്വേ പദ്ധതി പൂർത്തിയായി. പിന്നെ സിത്വയിൽ നിന്ന്, ഇതൊക്കെ മ്യാൻമറിലുള്ളതാണ്, സിത്വയിൽ നിന്ന് മ്യാൻമറിൽ തന്നെ പാലേത്വയിലേക്ക് 158 കിലോമീറ്റർ. അത് കലദാൻ പുഴ വഴി ബോട്ട് പോകുന്ന പദ്ധതി. ആ പദ്ധതിയും പൂർത്തിയായി. 300 ടൺ ഈ ബാർജുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പാതയാണത് ബോട്ടിൻ്റെ. പിന്നെ ആ പാലേത്വയിൽ നിന്ന് സോറിൻപുരി നമ്മുടെ മിസോറാമിലെ, അപ്പോൾ മ്യാൻമാർ ശരിയായി. അതായത് കൽക്കട്ട, സിത്വേ, സോറിൻപുരി, മിസോറാം അങ്ങനെ വന്നു. കപ്പലും ബോട്ടും ഒക്കെ ആയിട്ട് അവിടുത്തെ തുറമുഖം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാമെന്നും മ്യാൻമറുമായിട്ട് കരാറുണ്ട്. അപ്പോൾ പാലേത്വ സോറിൻപുരി മിസോറാമിലെ അത് 108 കിലോമീറ്ററാണ്. ആ പാത തീർന്നു കഴിയുമ്പോൾ അത് 4 വരി പാതയുമായിട്ട് ചേരുകയാണ് ആ സോറിൻപുരി. അതാണ്. അപ്പോൾ അവസാനത്തെ 50 കിലോമീറ്റർ കാലേത്വ സോറിൻപുരി, അതാണ് ഇനി ബാക്കി നിൽക്കുന്നത്. അതായത് ചുരുക്കത്തിൽ 50 കിലോമീറ്റർ മാത്രമാണ് പൂർത്തിയാകാതെ കിടക്കുന്നത്. പിന്നെ ഈ 4 വരി പാതയും കൂടി വന്നു കഴിഞ്ഞാൽ 166.8 കിലോമീറ്റർ. അപ്പോൾ നല്ല ജോറായിട്ട് പാതയായി. കൽക്കത്തയിൽ നിന്ന് സിത്വേ, മ്യാൻമറിലെ സിത്വേ തുറമുഖത്തിലേക്ക് പോകുന്നു. അവിടെ നിന്നത് മിസോറാമിലെ സോറിൻപുരിയിലേക്ക് വരുന്നു. സോറിൻപുരി ഈ വടക്ക് കിഴക്കിൻ്റെ ഹൃദയത്തിൽ കൂടിയുള്ള 166 കിലോമീറ്റർ പാതയുമായിട്ട് ചേരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ആ കോറിഡോറിൻ്റെ കാര്യമില്ല. അപ്പോൾ ഇന്നലെ വരെ നമ്മുടെ കൂടെ ഇന്ന് ബംഗ്ലാദേശ് ഒരു സുപ്രഭാതത്തിൽ ശത്രുതാ മനോഭാവത്തോടെ ഇടപെടുകയും ഈ ചൈനയുമായിട്ട് ചേർന്ന് ഈ സിലിഗുരി ഇടനാഴി വേണമെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും, നിങ്ങൾ സൂക്ഷിച്ചെന്നൊരു ഭീഷണി നടത്തി പിടിച്ചടക്കും, ഞങ്ങൾ കൊണ്ടുപോകും, നോർത്ത് ഈസ്റ്റ് ഞങ്ങളുടെ കയ്യിലാവും, 7 സംസ്ഥാനം ഞങ്ങളുടെ കൂടെ വരും, ഇതൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർ മനസ്സിൽ കണ്ടപ്പോൾ നമ്മൾ ആകാശത്ത് കാണുന്ന രീതിയിലുള്ള നടപടികൾ ആരംഭിച്ചു എന്ന് പറയാം അല്ലേ? കാരണം മദ്രസ പൊട്ടന്മാരാണ്, അവർക്കുള്ള പണി നമ്മൾ കൊടുത്താണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.